ഹലോ ഹാഡിയേഴ്സ്, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് രാവിലെ ഇങ്ങനെ ഗോതമ്പ് പൊടിയൊക്കെ ബക്കറ്റിലേക്ക് ആക്കാൻ പോവുകയാണ്. നമ്മളിവിടെ വീടിരുന്ന സമയത്ത് ധൃതിപ്പെട്ടിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ഒന്നും കഴുകാതെയാണ് ബക്കറ്റിൽ കിട്ടിയിരുന്നത്. പിന്നെ നിങ്ങൾ പല കൂട്ടുകാർ കമൻറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ആ മിസ്റ്റേക്ക് ഓർത്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി മുഴുവൻ കഴിഞ്ഞപ്പോൾ അതെല്ലാം എടുത്ത് ബക്കറ്റൊക്കെ കഴുകി വൃത്തിയാക്കി പുതിയ ഗോതമ്പ് പൊടി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിയാണെന്ന് ഉണ്ടാക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ നബിലൂട്ടി ഇമ്മിയൊക്കെ വൈകുന്നേരം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാത്രിക്കൊക്കെ കൂടിയിട്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നത് എന്ന്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ ഞാൻ എന്നും കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി, അധികം കുറച്ച് മൈദപ്പൊടി, ഉപ്പ്, നല്ല തിളച്ച് വെള്ളം ഇത് ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ. എൻ്റെ ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആക്കാൻ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. എനിക്ക് ഇങ്ങനെ ഈ ഹാർഡായി ചപ്പാത്തി കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചപ്പാത്തി മാവ് കുഴച്ച് പരത്തി എടുത്ത് നമുക്ക് ഇനി നമ്മളുണ്ടാക്കിയ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കല്ലോ. അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമുക്ക് സായ്ക്കുട്ടിക്ക് ഇന്ന് സ്കൂളുള്ളതാണ്. അവരെല്ലാവരും വൈകുന്നേരമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സായ്ക്കുട്ടിന് നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് കൊടുത്ത് സൈഡാക്കണം. മറ്റേ അവനക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ. ചപ്പാത്തി നമ്മൾ പിന്നെ നമ്മളെ ആകാരൻ്റെ അനഡോയ്സിൽ തവയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇച്ചിരി നെയ്യൊക്കെ പുരട്ടിയിട്ട് എനിക്ക് പിന്നെ എണ്ണയും നെയ്യും പുരട്ടാത്ത ചപ്പാത്തിയും എനിക്കിഷ്ടമല്ല. എനിക്ക് നല്ല എണ്ണ നെയ്യ് അതിലേതെങ്കിലുമൊക്കെ ഒന്ന് പുരട്ടി നല്ല രസത്തിലുണ്ടാക്കണം. പിന്നെ അത് ചൂടോടെ നെയ്യോണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ചൂടോടെ കഴിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ പരത്തി ചപ്പാത്തി എങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അടച്ച് വെക്കുക. നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് രാത്രി പിറ്റേ ദിവസം ഉപയോഗിക്കാം. അതിൻ്റെ പിറ്റേ ദിവസം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. പിന്നെ കുറച്ച് നേരം ഞാൻ ഇനി സിറ്റോട്ടി വന്നിട്ടൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എനിക്ക് ഇന്ന് പീരീഡ്സിൻ്റെ ഡേ ആണ്. അപ്പോൾ കുറേ ജോലികളുണ്ട്. അപ്പോൾ കുറച്ച് നേരമായില്ല നിൽക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് വീഡിയോ ഉള്ള കാരണം കൊണ്ടൊരു നല്ല ഡ്രസ്സാണ് കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴുള്ളത്. അപ്പോൾ ഒക്കെ നല്ല ഡ്രസ്സുകളിട്ട് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതിൻ്റെ പുറത്തൊരു പഴയ ടീഷർട്ട് ഞാൻ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ വയറുവേദനയ്ക്ക് ഞാൻ അയമോദകസത്തിൻ്റെ ഗുളികയാണ് ഞാൻ കുടിക്കാറ്. എനിക്ക് അത് കുടിച്ചാൽ ഒരു ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. പക്ഷേ ഇന്നുമോൾക്ക് അയമോദകസത്തിൻ്റെ ഗുളിക ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ ഈ നമ്മൾ ഉലുവൻ്റെ വെള്ളം ഉണ്ടാവില്ലേ, ഉലുവ നമ്മൾ തിളപ്പിച്ച് വെള്ളത്തേക്ക് ഇട്ട് അത് അത്യാവശ്യം തിളച്ച് പിന്നെ അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉലുവൻ്റെ വെള്ളം കുടിക്കുന്നത് ഇന്നുകൾക്ക് ഭയങ്കര ആശ്വാസം. അവൾക്ക് അയമോദകസത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. വയറുവേദന മാറാൻ വേണ്ടി നമ്മൾ പല പല വഴികൾ ഉപയോഗിക്കുന്നുണ്ടാവില്ലേ. പക്ഷേ ഏത് പാഡ് യൂസ് ചെയ്യണമെന്നുള്ളതിന് എവർട്ടീൻ്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡ് ആയിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഞാൻ എവർട്ടീൻ്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡാണ് കേട്ടോ ഞാൻ പേഴ്സണലി ഉപയോഗിക്കാറ്. ഇത് XXL പാഡാണ്. ഇത് 320 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിന് ഡബിൾ ഫ്ലാപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഓവർഫ്ലോ വന്നിട്ടുണ്ടെങ്കിലും അത് ഒക്കെ അബ്സോർബ് ചെയ്തോളും. ഡബിൾ എക്സ് ഫാസ്റ്റർ അബ്സോർപ്ഷനാണ് കേട്ടോ. ഇത് നല്ല കോട്ടൺ ആണ്. പിന്നെ ഞങ്ങൾക്കൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പാൻറ്റീസിൻ്റെ അവിടെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് സംഭവം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാഡ് നമ്മൾ എത്ര അനങ്ങിയിട്ടുണ്ടെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലും ഒന്നും തെന്നി മാറൂല കേട്ടോ. പിന്നെ ഈ പാഡിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ബ്ലീച്ചോ ലാറ്റക്സോ ക്ലോറിനോ അതുപോലത്തെ ഒരു കെമിക്കലും ഇതിൽ അടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് എൻറിച്ച്ഡ് വിത്ത് നീം ആൻഡ് സോഫ്ലവർ ആയ കാരണം കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ റാഷസ് ചെയ്യുന്നത്, സ്കിന്ന് ടാൻ ആവുന്നതിൽ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എവർട്ടിൻ്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡ് അടിപൊളിയാണ് കേട്ടോ. നമ്മളിതാ ഈ കാണുന്ന ആളുണ്ടല്ലോ, ഇവർ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും കേട്ടോ. പിന്നെ നമ്മൾ തലേ ദിവസം കുറേ ഷോപ്പിംഗ് ചെയ്തിരുന്നുണ്ട്. നമ്മളെ സവാളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് സവാളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നബിലുട്ടിയൊക്കെ വരികയല്ലേ, അപ്പോൾ നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ കറി ഉണ്ടാക്കാനും ഞാൻ ഇന്നുമോളെ ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ കുറച്ചുകൂടി ചപ്പാത്തികൾ പരത്തി വെക്കാറുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടല്ലോ അത് ശരിക്കും തികയില്ല. ഞാൻ വൈകുന്നേരമല്ല അവർ വരുന്നത്. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിയിട്ട് രാത്രി നമുക്ക് ചപ്പാത്തിയും കറി ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചപ്പാത്തി ഇങ്ങനെ ചുട്ടാലും മതിയല്ലോ. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, സംസാരിക്കാനാണല്ലോ കൂടുതൽ സമയം വേണ്ടത്. നമുക്ക് കുക്കിങ്ങിന് നമ്മളധികം സമയം എടുക്കരുത്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വന്നിട്ടാണ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക. അപ്പോൾ രാവിലത്തെ മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. ഇന്നുമോടെ നല്ല
അടിപൊളി മുട്ടക്കറിയാണ്. ആളിപ്പോൾ കുക്കിംഗ് ചെയ്ത് എന്നെക്കാളും വലിയ നല്ല കുക്കായോ എന്നെനിക്കൊരു സംശയമുണ്ട്. അന്ന് സായിക്കുട്ടിക്ക് ഇന്ന് സ്കൂളുണ്ട്, ഇന്നിമോൾക്ക് ഇന്ന് ക്ലാസ്സില്ല. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് വീട് കുറച്ച് വൃത്തിയാക്കാനെന്ന് മീൻസ് ആരിലൊക്കെ വരുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടൊന്ന് വൃത്തിയാക്കണമല്ലോ. അങ്ങനെ വൃത്തിയാക്കാനൊക്കെ നമുക്ക് ഇന്നുമോളെ ഒന്ന് കൂട്ടുപിടിക്കണം. സായിക്കുട്ടി ഇന്ന് സ്കൂളിൽ പോകും. ഇന്ന് നമുക്ക് അവർ വരുമ്പോഴേക്കും കൂടെ എത്തിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഓനക്ക് ലീവ് കൊടുത്തില്ല. ആളിന്ന് രാവിലെ മുതൽ എൻ്റെ പിന്നാലെ നടന്ന് പറഞ്ഞിട്ട് ലീവ് തരുമോ എന്ന്. ഞാൻ തീർത്ത് പറഞ്ഞു സ്കൂളിലേക്ക് ലീവ് എടുത്തിട്ട് ഒരു പരിപാടി നടക്കൂല എന്ന്. നമ്മളിന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഞാൻ ടോം ആൻഡ് ജെറിൻ്റെ മാറ്റ് എന്ന് പറയട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇതിലായിരിക്കും നമ്മൾ ചിലപ്പോൾ കിടക്കുക. അപ്പം നമ്മളിന്ന് കഴിഞ്ഞ പ്രാവശ്യം എണ്ണയും വാപ്പിയൊക്കെ വരുമ്പോൾ ചവിട്ടിയൊക്കെ കഴുകിയിരുന്നു. ഇത് ചവിട്ടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇതൊന്ന് കഴുകി എടുക്കണം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് സായിക്കുട്ടി സ്കൂളിലേക്ക് പോലും കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ ഈ കാണിച്ചിരുന്ന ഈ മാറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ എത്ര വർഷം ഇത് വാങ്ങിച്ചിട്ടെന്നറിയോ? ഒരു 8-10 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഏതോ ഒരു ബംഗാളി നമ്മളെ വീടിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ ഈ മഴക്കാലമാകുമ്പോൾ ഈ കാർപ്പറ്റ് ഈ പുതപ്പ് അങ്ങനത്തെ ഒക്കെ വിൽക്കുന്ന ബംഗാളി തന്നെ തോന്നുന്നു ഹിന്ദിയാണ് സംസാരിച്ചത്. നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന എല്ലാവരും ബംഗാളി എന്നല്ലേ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ആ ഒരു മാറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ കുറച്ച് ഡാമേജുകളുണ്ട്, അതും നമുക്കൊന്ന് ശരിയാക്കണം. ബാക്കി ആ മാറ്റ് ഇപ്പോഴും നല്ല ക്ലിയറാണ്. പിന്നെ നമുക്ക് ഇന്നുമോളുടെ ഈ ബങ്ക് ബെഡ് വിരിക്കൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് 2 പേരെ സഹായം വേണം. പിന്നെ ഞാൻ പുതിയൊരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ബെഡ്ഷീറ്റിനൊക്കെ എന്താ വില എന്നറിയോ? നമ്മൾ മീഷോന്ന് വാങ്ങിക്കുന്ന ഈ ഒരു കുഷ്യനുള്ള ബെഡ്ഷീറ്റ് ഉണ്ടാവില്ലേ, എത്ര നല്ല ബെഡ്ഷീറ്റാണെന്നറിയോ? നല്ല ക്ലോത്താണ്. 500 രൂപക്ക്, അതായത് 490 സംതിങ്. ഇനി ഈ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ബെഡ്ഷീറ്റിനൊക്കെ 410, 420 ഒക്കെ ഉള്ളൂ. ജാസ്മിൻകുട്ടി വാങ്ങിച്ചത് 420 ആണ് ഇത്ര. ഞാനീ വാങ്ങിച്ചത് 475 പക്ഷെ നല്ല അടിപൊളി ബെഡ്ഷീറ്റ്. 475 രൂപക്ക് ഇത് എന്താ പറയുക, 100 വട്ടം വാങ്ങിക്കാം. ഒരു നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ. അപ്പം ഞാനിപ്പോൾ ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അതിന് 500-600 രൂപയുടെ വില ഉണ്ട്. അത് കോട്ടനും അല്ല, പക്ഷെ നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇതിന് ആ ബെഡ്ഷീറ്റിന് അത്രയും വലുപ്പമില്ല, പക്ഷേ ഓക്കെ, നമുക്ക് കുറേ നിലത്തേക്ക് തൂങ്ങി കിടക്കാനുണ്ടാവത്തില്ല, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ പില്ലോ കവർ ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഒരു 2 ചെറിയ കുഷ്യൻസും കിട്ടുമല്ലോ. ഞാൻ എന്താണെങ്കിലും ഈ ബെഡ്ഷീറ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിക്കണം. ഞാനൊരു 2 ബെഡ്ഷീറ്റും കൂടി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് ബോറടിക്കുമ്പോൾ നമുക്ക് പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചിവിടെ നല്ല ഭംഗിയുണ്ടല്ലേ വിരിച്ചത് കാണാൻ. പിന്നെ ഞാനും ഇന്നുമോളും കൂടി ബങ്ക് ബെഡിൻ്റെ ഒരു ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇന്നുമോളോട് ഞാൻ ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ പറഞ്ഞു. എപ്പോഴും വീഡിയോയിലുണ്ടാവും ഒരു ടീഷർട്ട്, ഒരു അവങ്ങിയ കോലം, ഒന്ന് സുന്ദരിയായിട്ട് വായി ഇന്നുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ ഒന്ന് സുന്ദരിയാക്കിപ്പിച്ചതാണിത് കേട്ടോ. ഈ ബങ്ക് ബെഡിൻ്റെ മുകളിലത്തെ ബെഡ് വിരിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. 2 ആളില്ലാതെ അത് വിരിക്കാൻ തന്നെ പറ്റത്തില്ല. പിന്നെ എനിക്കിന്ന് കുറേ അലക്കാൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, അലക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ കിട്ടിയ ബെഡ്ഷീറ്റ് എല്ലാം കൂടി അലക്കാനിട്ടിട്ടുണ്ട്. ഇനിമോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനുണ്ടോ. അത് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവർ ഹോർലിക്സ് നമ്മൾ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചൂടുള്ള ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുടിക്കൂല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇന്നുമോൾ വെറുതെ ജ്യൂസ് അടിക്കുന്ന പോലെ കുറച്ച് പാൽപ്പൊടി, കുറച്ച് ഹോർലിക്സ്, കുറച്ച് ഐസ് ക്യൂബ്സ്, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചിട്ട് കുടിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ സാധാരണ ഈ അതായത് പാലിൽ ഹോർലിക്സ് ഒക്കെ ഇട്ട് കലക്കിയിട്ട് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊരു തരി പോലെ നിൽക്കില്ലേ, ഇങ്ങനെ അലിയാത്ത തരത്തിൽ നിൽക്കൂലേ. പക്ഷെ അങ്ങനെ ഇതങ്ങനല്ല കേട്ടോ. നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇതിങ്ങോട്ട് അടിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മിൽക്ക് ഷേക്ക് തോൽക്കുന്ന ടേസ്റ്റാണ്. ഭയങ്കര നല്ല രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ 1-2 ഐസ് ക്യൂബ്സ് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഞാനാണെങ്കിൽ രാവിലെ മുതൽ ജോലി ചെയ്ത് ക്ഷീണവും പിന്നെ പീരീഡ്സും അല്ലേ, അപ്പോൾ ഒരു വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇന്നുമോൾ ഈ ജ്യൂസ് കൊണ്ട് കൊടുത്തു നിൽക്കുന്നത്. എന്താണെങ്കിലും ഞാൻ 18 വയസ്സിൽ ഞാൻ ചെയ്ത പുണ്യമാണ്. 20 വയസ്സായിട്ട് ഇപ്പോൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ഇവിടെ ജനലുമ്മ വേഗം മാറോല പിടിക്കുന്നുണ്ട്. അതൊരു വലിയ വിഷമമാണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലാങ്കറ്റ് അല്ല മാറ്റ് ഇങ്ങനെ
ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇട്ടിട്ട് ഉണക്കിയാൽ മതി. നമുക്കിത് രാത്രി ആവശ്യം വരും കേട്ടോ. നമ്മൾ ഇന്ന് കിടക്കുന്ന സെറ്റപ്സ് ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ആരൊക്കെ എവിടെയൊക്കെ കിടത്തണം എന്നുള്ളത്. അതിലിപ്പോൾ ആലോചിച്ച് വെച്ചതിൽ മാറ്റിൽ ഞാനും മിന്നുമോളും ആയിരിക്കും കിടക്കുക എന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പെട്ടെന്ന് മാറാൽ പിടിക്കുന്നുണ്ട്. അതെന്താണെന്നൊക്കെ മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് വാഷ് ബേസ് കഴുകണം, തുടക്കണം, ബാത്റൂം എല്ലാം കഴുകണം. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ ഒരുക്കങ്ങൾ മുഴുവനായി കേട്ടോ. ഇവിടെ വെള്ള ടൈലായ കാരണം കൊണ്ട് എൻ്റെ ഇന്നുമോളുടെ ഒക്കെ മുടി ഒന്നോ രണ്ടോ മുടികൾ നിലത്ത് വീണാൽ തന്നെ അത് ഭയങ്കരമായിട്ട് തെളിഞ്ഞ് കാണും. വളാഞ്ചേരത്തെ വീട്ടിലാകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു തരം ഒരു കറുത്ത നിഴലായിരുന്നോ. അതാണ് ഈ വെള്ള ടൈൽസിൻ്റെ വലിയ പ്രശ്നം. അപ്പോൾ ഇന്നുമോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സെറ്റപ്സ്, ചിക്കൻ മസാല വെച്ച് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാൻ എനിക്ക് പുറത്ത് പോകാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. നമ്മളെ തുടക്കുമ്പോൾ നമ്മൾ ചവിട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചവിട്ടിയൊക്കെ നമ്മൾ തിരിച്ചവിടെ വെച്ചു. ഇത് നമ്മൾ താഴത്തെ റൂമിലത്തെ കുട്ടികളാണ് കേട്ടോ. അവർ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നിട്ട് അതിപ്പോൾ സായിക്കുട്ടിനെ കളിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അവർ വീഡിയോയിൽ ഈ ബങ്ക് ബെഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നല്ല കൗതുകത്തോടു കൂടി ബങ്ക് ബെഡുമ്പോൾ ഇങ്ങനെ കയറി നോക്കി വെക്കാൻ കേട്ടോ. ഇത് നമ്മളെ ആൻറ്റോനെ ഇപ്പോൾ വീഡിയോയിൽ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവില്ലേ. പിന്നെ മറ്റേ കുട്ടീൻ്റെ പേര് ഞാൻ മറന്നു. രണ്ടും ക്രിസ്ത്യാനി കുട്ടികളാണ്. അവരെ കാണാൻ നല്ല ഭംഗിയല്ല, കഴുത്തിലൊരു കൊന്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ. നമുക്ക് ഈ പീരീഡ്സിൻ്റെ സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഈ ലീക്കേജ് പ്രോബ്ലം എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ അല്ലേ. ഞാൻ പിന്നെ ഇപ്പോൾ പുറത്ത് പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരും. പക്ഷേ ഇന്നുമോളൊക്കെ കോളേജിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒന്ന് കൂടെ കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. അതിൻ്റെ പാക്കേജ് ഇങ്ങനെ ആയ കാരണം കൊണ്ട് ഇത് ബാഗിലിട്ടിട്ട് കൊണ്ടുപോകാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അങ്ങനെ അപ്പം എൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട് സ്റ്റാൻഡിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ കുട്ടികൾ വന്നിട്ട് കയറിയിട്ടുണ്ട്. അവരിതാ ആ ഗേറ്റ് വരെ പോകാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ് കേട്ടോ. ഇവിടെയുള്ള കുട്ടികളൊക്കെ സായിക്കുട്ടിനെ കാട്ടിക്കും ചെറിയ കുട്ടികളാണ് കേട്ടോ. സൈസ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു 8, 7, 9 ആ ഒരു വയസ്സേ ഉള്ളൂ. സായിക്കുട്ടിക്ക് 10 വയസ്സ് കഴിഞ്ഞിട്ട് 11ാമത്തെ വയസ്സ് ഡിസംബറിലാവും. അങ്ങനെ അപ്പം നമ്മൾ ഈ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാനുള്ള സാധനങ്ങളില്ല, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരുന്നത്. അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക് എത്തി. വീട്ടിൽ ഞാൻ വന്നപ്പോൾ ഒരു ഷവർമ്മ കൊടുന്നിരുന്നു കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒക്കെ വേസ്റ്റ് ആവും. ഉച്ചയ്ക്ക് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ ആരും ചോറുണ്ണൂല. കുറേ ഫുഡ് വേസ്റ്റ് ഉണ്ടാവുന്നതൊക്കെ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ ഷവർമ്മ കൊണ്ടുവരാം എന്ന് കുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഷവർമ്മ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ എത്രാമത്തെ ഡ്രസ്സാണ് അല്ലേ. ഞാൻ വെറുതെ അല്ല എനിക്ക് അലക്കാനുണ്ടാവുന്നത്. ഞാനിങ്ങനെ ഡ്രസ്സുകൾ ഒന്ന് വേർത്താൽ മാറ്റിക്കൊണ്ടേയിരിക്കും. എൻ്റെ ജാസ്മിൻകുട്ടി അങ്ങനെ തന്നെയാണ്. ഒന്ന് വേർത്താൽ അവൾ ആ ഡ്രസ്സ് മാറ്റൂത്രേ എന്ന പോലെ തുടങ്ങിയിട്ട് എനിക്കും ഇപ്പോൾ ചെയ്ത്. അപ്പോൾ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പക്കവട ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു റെസിപ്പി നോക്കി. ഇത് നമ്മളെ അപ്പക്കാരാണ് കേട്ടോ. ബേക്കിംഗ് സോഡ വളരെ കുറച്ചേ ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴേ ഈ വല കെട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ വീഡിയോൻ്റെ അടിയിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു ബേക്കിംഗ് സോഡ കൂടിയിട്ടാണ് എന്നുള്ളത്. ഇന്നുമോളുടെ ഷോർട്സിലിരുന്നു ഇന്നുമോളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ആക്കാൻ തന്നെ പോയില്ല, കാരണം അത് ഫ്ലോപ്പ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്കവട ഉണ്ടാക്കുന്നത്. ഈ തൈരൊക്കെ എന്തിനാ കൊടുന്ന് വെച്ചിട്ട് നല്ലതാണ്. ഒരു ഫ്രിഡ്ജിന്റെ തക്കാളി തൈരൊക്കെ എന്തായാലും ഇന്നുമോളെ കളിയാക്കലിന് ശേഷം നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാൻ തുടങ്ങാം. അയ്യോ എനിക്ക് വയ്യ. ഫ്രിഡ്ജ് വൃത്തിയാക്കാനായിരിക്കണം. ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ടില്ല. എന്തൊക്കെയോ തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോയിരിക്കണം. നമ്മൾ ഈ മുട്ട ബജി ഉണ്ടാക്കുമ്പോഴേ പേടിച്ചിട്ടാണ് കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ തന്നെ പോയില്ല. കാരണം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ മുട്ട ബജിയൊക്കെ പാടെ കൂടി പൊട്ടിത്തെറിച്ചിട്ട് ആകെ പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ദൂരത്തെങ്ങാണ്ട് ക്യാമറ വെച്ചിട്ട് ഒരു ചെറിയ ക്ലിപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ബജി, പക്കവട, ബ്രെഡ് ജാം, പിന്നെ നമ്മളൊരു ഹോർലിക്സ് വീട്ടിൽ നിന്ന് അവരെല്ലാവരും വരുമ്പോൾ ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വരുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തു കേട്ടോ. അത് കാരണം അവർ പിന്നെയും കുറേ ഡിലേ ആയി. ഞാനിപ്രാവശ്യം എൻ്റെ ജോലിയൊന്നും കഴിയാതെ പഠിച്ചോനെ ഒരു വരലേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവരിങ്ങോട്ട് വന്നാൽ മതി. കുറച്ച് നേരം കൂടി ഉള്ളൂ. അപ്പോൾ ഒരു പൊട്ടാറ്റോ കറി ഉണ്ടാക്കാൻ വേഗം ഉണ്ടാക്കും. പിന്നെ അവസാന നിമിഷം ഞാൻ ഇന്നുമ്പോൾ വീണ്ടും പ്ലാനും മാറ്റി കേട്ടോ. നമ്മൾക്ക് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും ചിക്കൻ പൊരിച്ചതും ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നുമ്മച്ചിക്ക് ചിക്കൻ കറി ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഉരുളക്കിഴങ്ങ് കറി ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ അതും കൂടെ അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നതിൻ്റെ സന്തോഷത്തിലാണ്. എനിക്ക്
എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നിബിലൂട്ടി നിൽക്കാൻ വേണ്ടി വന്നിട്ടില്ലല്ലോ, അപ്പോൾ നിബിലൂട്ടി വരുന്നതിന് സന്തോഷം, അങ്ങനെ എല്ലാ തരത്തിലും സന്തോഷം. അപ്പോൾ അങ്ങനെ സന്തോഷം നിറഞ്ഞ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും വേഗം ഉടനെ വരും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. എവർടീൻ്റെ പീരിയഡ് കെയർ സാനിറ്ററി പാഡ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം.